നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യുടെ പല മേഖലകളിലും യാത്രാ തടസ്സം സൃഷ്ടിച്ച് കനത്ത മൂടൽമഞ്ഞ് ഇപ്പോഴും തുടരുകയാണ്. വാഹനമോടിക്കുന്നവർക്കാണ് ഇത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്. പ്രവാസി മലയാളികൾ ഏറ്റവും കൂടുതലുള്ള UAE-യിൽ ജോലി സംബന്ധ ആവശ്യങ്ങൾക്കായി പോകേണ്ടവർക്ക് ഇത്തരം കാലാവസ്ഥയിൽ വാഹനയാത്ര ദുഷ്കരമായി തീർന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഉൾപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും ദൂരക്കാഴ്ച കൂടുതൽ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ മേഖലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും ദൃശ്യപരത 1000 മീറ്ററിൽ താഴെയായി കുറഞ്ഞിരിക്കുകയാണ്. ഡ്രൈവർമാർ വാഹനമോടിക്കുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. റോഡുകളിലെ ദൃശ്യപരത കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകാൻ അധികൃതർ തീരുമാനിച്ചത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ബുധനാഴ്ച രാത്രി 11 മണി മുതൽ വ്യാഴാഴ്ച രാവിലെ 9:30 വരെ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം വേഗത കുറച്ച് സുരക്ഷിതമായ ഡ്രൈവിംഗ് നടത്തണമെന്ന് പോലീസ് നിർദ്ദേശമുണ്ട്. വാഹനങ്ങൾ തമ്മിലുള്ള സുരക്ഷിതമായ അകലം പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഹെവി വാഹനങ്ങൾ, ട്രക്കുകൾ, ബസ്സുകൾ എന്നിവ ട്രാഫിക് നിയമങ്ങളും വേഗപരിധിയും പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി. കൂടാതെ മൂടൽമഞ്ഞുള്ള സാഹചര്യത്തിൽ ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് 500 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കും. അതിനാൽ ട്രാഫിക് നിയമങ്ങളും വേഗപരിധിയും പാലിച്ച് ഡ്രൈവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ അടുത്തിടെ UAE മറ്റൊരു മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരുന്നു. UAE-യിൽ ലഹരി മരുന്ന് ഇടപാടുകൾക്ക് ധനസഹായം നൽകിയാൽ കടുത്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു ഈ മുന്നറിയിപ്പ്. UAE പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയത്. സഹായം നൽകുന്നവർക്ക് 50,000 ദിർഹം വരെ പിഴയും തടവുമാണ് ലഭിക്കുക. സ്വന്തം ഉപയോഗത്തിനോ വിപണനത്തിനോ വേണ്ടി ലഹരിമരുന്ന് വാങ്ങുന്നതും ശിക്ഷാർഹമാണ്. ലഹരിമരുന്ന് ഇടപാടുകൾക്കായി മറ്റുള്ളവർ മുഖേന പണം നിക്ഷേപിക്കുന്നതും കുറ്റകരമാണ്. നിയമലംഘനം ആവർത്തിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയും ലഭിക്കും. ലഹരിമരുന്നു കേസിൽ ആദ്യമായി പിടിക്കപ്പെടുന്നവരെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റും. നിയമലംഘനം ആവർത്തിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടാകുമെന്നും മുന്നറിയിപ്പിലുണ്ട്. ലഹരിമരുന്ന് ഉപയോഗം തടയാനും ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് മികച്ച ചികിത്സ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഇത്തരക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് ചാൻസ് ഫോർ ഹോപ്പ് എന്ന പേരിൽ അബുദാബി പോലീസ് ഓൺലൈൻ സേവനം ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.